അവസാന ലാപ്പിലേക്ക് കടന്നതോടുകൂടി തെരഞ്ഞെടുപ്പ് പ്രചരണം ശക്തമാക്കിയിരിക്കുകയാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടി മുന്നണികളും അതുപോലെ തന്നെ സ്ഥാനാർത്ഥികൾ ഒരു ഭാഗത്ത് പര്യടനം നടത്തുന്നതിനിടയിൽ ഇപ്പോൾ പ്രവർത്തകരും വലിയ രീതിയിൽ ക്യാമ്പയിനുകളിലെ വോട്ടർമാരിലേക്ക് പോവുകയാണ്. എനിക്കിപ്പം ഇപ്പോൾ UDYFിൻ്റെ പ്രവർത്തകരാണുള്ളത്. മാസ് ക്യാമ്പയിനിങ് നടത്തുന്നത്. അതെ, തീർച്ചയായിട്ടും. നമ്മൾ ഈ ടൗണിൻ്റെ പല ഭാഗത്തായിട്ട് ജനങ്ങൾ തിങ്ങി നിറയുന്ന സ്ഥലത്ത് UDYFിൻ്റെ നേതൃത്വത്തിൽ UDF-ൻ്റെ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ ഒരു മാസീവ് ക്യാമ്പയിനാണ്. വലിയ പോസിറ്റീവ് റെസ്പോൺസാണ്. ഞങ്ങൾ ചില സ്ഥലത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പയ്യൻ ജയിച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത്ര വലിയ പോസിറ്റീവ് റെസ്പോൺസാണ് ഈ ടൗണിലും അതുപോലെ തന്നെ എല്ലാ പഞ്ചായത്തുകളിലും ഗ്രാമപ്രദേശങ്ങളിലും ഒക്കെ ലഭിക്കുന്നത്. ഓരോ വ്യാപാര സ്ഥാപനങ്ങളിലും കയറുന്നുണ്ട്, വ്യാപാരികളെ കാണുന്നുണ്ട്, കടകളിലെ ജീവനക്കാരെയും കാണുന്നുണ്ട്. എല്ലാവരെയും നമ്മൾ ഇവിടെ കാണുന്ന എല്ലാ ആളുകളെയും, അത് വ്യാപാര സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾ, അവിടെ ഇരിക്കുന്ന ആളുകൾ, അവിടെ വരുന്ന ആളുകൾ, ടൗണിൽ കാണുന്ന ആളുകൾ, എല്ലാവരെയും കണ്ട് സമൂലമായി എല്ലാവരും അവസാന വട്ടം ഓരോ ആളുകളെ പോലും മിസ് ചെയ്യരുത്. ഞങ്ങൾ ഈ പാലക്കാട് നിയോജകമണ്ഡലത്തിലെ എല്ലാ ആളുകളിലേക്കും ഞങ്ങളുടെ പ്രചരണം 3 വട്ടമെങ്കിലും എത്തണമെന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ പഴുതടച്ചുള്ള പ്രചരണമാണ്. മാക്സിമം ഏറ്റവും വലിയ ഭൂരിപക്ഷമായിരിക്കണം പാലക്കാട് മേടിച്ചു കൊടുക്കേണ്ടത്. അതിനുവേണ്ടി ഞങ്ങളുടെ UDYFകാരെല്ലാം ഒന്നടങ്കം ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. രാഹുലിന് റെക്കോർഡ് ഭൂരിപക്ഷമായിരിക്കും പാലക്കാട് കിട്ടാൻ പോകുന്നത്. ഒരു ആവേശം. തീർച്ചയായും രാഹുലിനെ പാലക്കാട് വോട്ടർമാർ ഏറ്റെടുത്തിരിക്കുകയാണ്. പോകുന്ന സ്ഥലങ്ങൾ അബിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആളുകൾ ഞങ്ങളുടെ പയ്യനാണ്, ഞങ്ങൾ ജയിപ്പിക്കുന്നത്. അപ്പോൾ ഷാഫി പറമ്പിലിനെ പോലെ തന്നെ രാഹുലിനെ അവർ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഭൂരിപക്ഷം റെക്കോർഡായിരിക്കും. എല്ലാ കുപ്രചരണങ്ങളെയും തകർത്തുകൊണ്ട് വലിയ രൂപത്തിൽ പാലക്കാട് ജനത BJPക്കും CPI ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള വലിയ വിധിയെഴുത്തായിരിക്കും. അത് രാഹുലിൻ്റെ റെക്കോർഡ് ഭൂരിപക്ഷമായിരിക്കും. പാലക്കാട് ചരിത്ര ഭൂരിപക്ഷത്തിലേക്ക് രാഹുൽ നടന്നു നീങ്ങുകയാണ്. UDYFിന്റെ പ്രത്യേകത അവർ ഓരോ ദിവസവും ഓരോ ക്യാമ്പയിനാണ്. കഴിഞ്ഞ ദിവസം കൊടകര മാജിക് ഉണ്ടായിരുന്നു അല്ലേ? ഇന്നിപ്പോൾ വ്യാപാരികളെ കണ്ടുള്ള മാസ് ക്യാമ്പയിനിങ്. തീർച്ചയായും ഞങ്ങളെക്കാൾ ആവേശമാണ് ഓരോ വ്യാപാരികളായി അവിടെ വർക്ക് ചെയ്യുന്ന ജോലിക്കാരും. വലിയ ആവേശത്തിലാണ്. രാഹുൽ വിജയിച്ചിരിക്കും എന്നാണ് അവർ പറയുന്നത്. തീർച്ചയായും സംസ്ഥാന കമ്മിറ്റി, യൂത്ത് ലീഗിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും KSYF, RYF, UDFിൻ്റെ മുഴുവൻ യുവജന സംഘടനകളും ഞങ്ങൾ ഓരോരോ കടകളിലും കയറി കൃത്യമായും അവരുടെ ഓരോ കുപ്രചരണത്തെയും ഏറ്റവും ഒടുവിലുള്ള ഈ ബാഗ് വിവാദം ഉൾപ്പെടെ അത് കൃത്യമായി സാധാരണ നമ്മൾ നോട്ടീസ് കൊടുത്തു പോകാറുണ്ട് പല ഇലക്ഷനിലും. പക്ഷേ ഓരോ വ്യക്തിയെയും കണ്ട് അവർക്കുള്ള എല്ലാ തെറ്റിദ്ധാരണയും നീക്കി എന്തെങ്കിലും സംവദിക്കാനുണ്ടെങ്കിൽ സംവദിച്ച് ആ രീതിയിൽ പ്രചണ്ഡമായി പഴുതടച്ച് അരിമണി പറക്കിയെടുക്കുന്നത് പോലെ ഓരോ വോട്ടും പാലക്കാട് മണ്ഡലത്തിൽ ഞങ്ങൾ പറക്കിയെടുത്ത് വലിയ ഭൂരിപക്ഷത്തിന് തീർച്ചയായിട്ടും ഇവിടെ നീലപ്പെട്ടിയും ചുവന്ന പൊട്ടിയൊക്കെ വെച്ച് ആളുകളുടെ ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കുന്നതാണ്. സത്യത്തിൽ നെൽകർഷകർ ദുരിതത്തിലാണ്. ആ വിഷയം ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഇവിടുത്തെ വിലക്കയറ്റത്തെ പറ്റി ചിന്തിക്കണം. കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ സവാളയ്ക്ക് മാത്രം വില കയറിയത് 4-5 ഇരട്ടിയാണ്. സവാളയ്ക്ക് മാത്രം വില കൂടിയത്. ഉള്ളിയുടെ വില, പച്ചക്കറികളുടെ വില, അങ്ങനെ സാധാരണ ജനങ്ങൾ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യുന്നില്ല. അത് മറച്ചു വെക്കാൻ വേണ്ടി ഏതോ പെട്ടിയോ ഏതോ തുണിയോ എന്നൊക്കെ പറഞ്ഞ് കുറേ ആളുകൾ ഇറങ്ങിയിരിക്കുകയാണ്. എന്നിട്ട് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമാണ്. ഇത് പെട്ടിയുണ്ടോ, പെട്ടിക്കുള്ളിൽ തുണിയാണോ മണിയാണോ എന്നൊക്കെ പറഞ്ഞ് ഇവർ തർക്കമാണ്. ഇത് ജനങ്ങളെ വഴിതെറ്റിക്കാനാണ്. CJP കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയുടെ ആ കുപ്രചരണങ്ങൾക്കെതിരായി പാലക്കാട് വിധി എഴുതും, ഉറപ്പാണ്. ജനകീയ വിഷയങ്ങൾ തന്നെ പാലക്കാട് ചർച്ച. തീർച്ചയായിട്ടും ഞങ്ങൾ ആ ജനകീയ വിഷയങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. കേരള സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾ, ഞങ്ങളുടെ MLA ആയിരുന്ന ഷാഫി പറമ്പിലിൻ്റെ വികസന കാഴ്ചപ്പാടുകൾ, വികസനങ്ങൾ, 3 ഞങ്ങളുടെ കാൻഡിഡേറ്റിൻ്റെ പെർഫോമൻസ്, ഈ 3 വെച്ചാണ് ഞങ്ങളങ്ങ് ഇറങ്ങിയിരിക്കുന്നത്. UDYFിൻ്റെ പ്രവർത്തകർ നമ്മളോടൊപ്പം സംസാരിച്ചിരുന്നത്. അവർ വലിയ രീതിയിൽ ക്യാമ്പയിൻ നടക്കുകയാണ്. ഇപ്പോൾ മാസ് ക്യാമ്പയിനാണ്. ഓരോ ദിവസം ഓരോ ക്യാമ്പയിൻ. കഴിഞ്ഞ ദിവസം കൊടകര മാജിക്കലും UDYF നടത്തിയിരുന്നു. ഇപ്പോൾ ആ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് പാലക്കാട് നഗരത്തിലെ വിവിധ ഇടങ്ങളിൽ ഇപ്പോൾ ഓരോ വ്യാപാര സ്ഥാപനങ്ങളിലും കയറി വ്യാപാരികളെയും അതുപോലെ തന്നെ ജീവനക്കാരെയും കണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വോട്ട് ചോദിച്ച് വ്യാപാരികളിൽ നിന്ന് വോട്ട് അഭ്യർത്ഥിക്കുന്ന ആ ഒരു ക്യാമ്പയിനിലേക്ക് അവർ കടന്നു.